നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവർ യദുവുമായിട്ടുള്ള തർക്കം ജനം കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. മേയർക്കെതിരെയുള്ള പരാതിയിൽ ഇതുവരെയും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകാതിരിക്കുകയും എന്നാൽ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. മേയർ ആണെങ്കിൽ യദുവിന്റെ ചരിത്രം മുഴുവൻ ചികഞ്ഞെടുക്കുകയാണിപ്പോൾ. ഇന്നലെ മുതൽ പറയുന്നതാണ് യദുവിനെതിരെ മുൻപും പല കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കെഎസ്ആർടിസി ഡ്രൈവർ LH യദുവിനെതിരെ നേരത്തെ ഉണ്ടായിരുന്നെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്ന കേസുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഏതാനും ദിവസമായി വാർത്തകളിൽ പതിവായി കാണുന്നതാണ് യദുവിന്റെ മുൻ കേസുകൾ. ഡ്രൈവർക്കെതിരെ 3 കേസുകൾ ഉണ്ടെന്നാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണം. യദുവിന്റെ മറുപടി ആ കേസുകൾ തള്ളിയതാണെന്നുമാണ്. ആ കേസുകൾ ഏതൊക്കെയാണ്? യദുവിനെതിരെ 3 കേസുകളാണുള്ളത്. അവ തീർപ്പായി. സ്ത്രീയെ അപമാനിച്ചതിന് 1 കേസും അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് 2 കേസുകളും യദുവിനെതിരെ ഉണ്ടായിരുന്നു. സ്ത്രീയെ അപമാനിച്ചെന്ന പരാതി ഒത്തുതീർപ്പാക്കി അലക്ഷ്യമായി വാഹനം ഓടിച്ച കേസുകൾ പിഴയിൽ ഒതുങ്ങി. കേസ് 1 2017 മാർച്ചിലാണ് യദുവിനെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നേമം തളിയാതിച്ചപുരം റോഡിൽ വെച്ച് യുവതിയെ തടഞ്ഞു നിർത്തി തന്റെ വസ്ത്രം ഊരിക്കാണിച്ച് അശ്ലീല വർത്തമാനം പറഞ്ഞതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസ് പിന്നീട് കോടതിയിൽ ഒത്തുതീർപ്പിലെത്തി. കേസ് 2017 നവംബറിലാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പേരൂർക്കട ഭാഗത്ത് നിന്നും കുടപ്പനക്കുന്ന് ഭാഗത്തേക്ക് KSRTC ബസ് അപകടകരമായി ഓടിച്ചതിനാണ് നേമം വെള്ളയാടി സ്വദേശിയായി യദുവിനെതിരെ പോലീസ് കേസെടുത്തത്. കേസ് 3 പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് തമ്പാനൂർ ഭാഗത്തേക്ക് ഓടിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിൽ ഇടിച്ചതാണ് 3ാമത്തെ കേസ്. ഈ സംഭവത്തിൽ പരാതി നൽകിയ യുവതിക്ക് ബസ്സിലെ സീറ്റിൽ നിന്ന് തെറിച്ച് മുന്നിലെ കമ്പിയിൽ ചെന്ന് ഇടിച്ച് കൈക്ക് പരിക്കേറ്റിരുന്നു. കേസ് 4 മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ്സിന് മുന്നിൽ കാർ നിർത്തി ഡ്രൈവറോട് തർക്കിച്ച സംഭവം ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചയും രാഷ്ട്രീയ വിവാദവുമാണ്. സംഭവത്തിൽ മേയറെയും ഡ്രൈവറെയും പിന്തുണയ്ക്കുന്നവരുമുണ്ട്. മേയർ നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ഡ്രൈവറുടെ പരാതിയിൽ മേയർക്കെതിരെ കേസെടുത്തിട്ടില്ല. ആ കേസുകൾ കോടതി തള്ളിയത്. ഏതു കേസുകൾ കോടതി തള്ളിയതാണ്. കേസുണ്ടെങ്കിൽ സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്ക് എടുക്കില്ല. മേയർക്കെതിരെ കേസുമായി മുൻപോട്ട് പോകും. ശനിയാഴ്ച പുലർച്ചെ 2:30ക്കാണ് ഡ്രൈവർ LH യദു തമ്പാനൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള KSRTC സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ സീറ്റിലെത്തിയത്. രാവിലെ 9:30യോടെ തൃശൂരിലെത്തി. അവിടെ വിശ്രമം ഏകദേശം 3 മണിക്കൂർ മാത്രം. 12:30യോടെ ഭക്ഷണം കഴിച്ച് വീണ്ടും ബസ്സിൽ. 1 മണിക്ക് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ് തിരികെ വരും വഴി മേയറും MLAയും സംഘവും ചേർന്ന് തടഞ്ഞിട്ടത്. രാത്രി 9:30യോടെ തമ്പാനൂരിൽ എത്തേണ്ട വണ്ടി തിരക്ക് കാരണം വൈകിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ബസ്സിന് കുറുകെ കാർ നിർത്തി തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാകാതെ KSRTC. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് KM സച്ചിൻദേവ് MLAയും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിലാണ് ഭരണകക്ഷിയുടെ പിന്തുണ കൂടിയുള്ളതിനാൽ പരാതി നൽകാതെ KSRTC ഉരുണ്ട് കളിക്കുന്നത്. അതേസമയം ആഭ്യന്തര അന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി KSRTC CMD പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് ഇതുവരെ എത്തിയിട്ടില്ല.